നിങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞോ? നിങ്ങളെ ആങ്ങളെ എന്റെ വല്യാക്കേ ഓലാ പേര് സ്ഥലമൊക്കെ വെക്കുകയാണല്ലോ, ആകെ കടം കൊണ്ട് കുടുങ്ങിയിരിക്കണു. ആ വിവരങ്ങൾ ഇപ്പൊ നീ കിട്ടിയിരിക്കണു. ഓപ്പ അത് വിൽക്കുക. ഇനിയിപ്പൊ അതന്നെല്ലോ വിൽക്കാനുള്ളൂ. ഇനിയിപ്പോ ഓന അതും വിറ്റാണ്ട് ഞാൻ പെൺകുട്ടികളെയും കൊണ്ട് ഓനെ എത്ര കാട്ടാൻ കണ്ടിക്കണാവോ? എന്നോടിപ്പോ ആരാ പറഞ്ഞു? ഞാനതൊക്കെ അറിഞ്ഞുമ്മ. നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയില്ലേ. പിന്നെ ഞമ്മക്ക് വാങ്ങിയാലോ അത് നമ്മളെ തറവാടല്ലേ, നമുക്ക് വല്യപ്പ തന്ന സ്ഥലമല്ലേ, നമുക്ക് ഓർമ്മയില്ലേ? എൻ്റെ ചെറുപ്പത്തിലേ ഒരു ആഗ്രഹമാണ് അത് നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളത്. ഞാൻ അതിനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടമ്മ. നമ്മളെ സാരിയാക്കാനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കച്ചവടം പറയാൻ. ഞാനത് വാങ്ങിയാലോ? എന്താ നിങ്ങളെ അഭിപ്രായം? ആ പേരേന്റെ കാര്യം ഓർക്കുമ്പോഴേ പണ്ടത്തെ ഒക്കെ ഉണ്ട് ഓർമ്മ വരും. കാര്യമൊക്കെ ശരി തന്നെയാണ്, ഇജ്ജ് പറഞ്ഞ പോലെ തന്നെയാണ്. പേര നമുക്കുള്ള തന്നെയായിരുന്നു. അത് ഇപ്പൊ എൻ്റെ പേരിൽ തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. അതിൻ്റെ ഒപ്പമുള്ള സ്ഥലം ഇതൊക്കെ കൂടി ഓന അപ്പളും ഇപ്പോഴും എൻ്റെ കജ്ജൊപ്പ് ഇടിപ്പിച്ചാണ്ട് ഒക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോ ഇതും വിൽക്കുകയാണല്ലേ. എത്ര ചൻ്റെ ഇഷ്ടം പോലെ കാട്ടിക്കോ. ഇതന്നെ പറയണ്ടുമ്മ. ഏതായാലും നമ്മളത് വാങ്ങാം. ഞാൻ സാരിയാക്കാണ്ട് പറഞ്ഞോന്നു വില നോക്കണ്ടത് കച്ചവടാക്കാൻ. നമുക്ക് നേരിട്ട് ഏതായാലും വലിയാക്ക തരുമല്ലോ. നമുക്ക് ഏതായാലും വാങ്ങമ്മ.